ഹായ് കൂട്ടുകാരെ, പൊന്നീസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയൊക്കെയാണല്ലോ. അപ്പോൾ ക്ഷേത്രത്തിലെ രാത്രി കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാനിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം. അമ്പലത്തിലോട്ട് എത്തുന്നതിന് 10 കിലോമീറ്റർ മുമ്പ് തൊട്ട് തന്നെ പൊങ്കാലയോടനുബന്ധിച്ച് നന്നായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കലാപരിപാടികളുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഈ പൊങ്കാല. പൊങ്കാലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പാതയോരങ്ങളിൽ കലങ്ങളും ഈ കല്ലുകളും നിറഞ്ഞു കഴിഞ്ഞു. കച്ചവടങ്ങളെല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ തന്നെ ജനങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. ഇവിടെ എത്തുമ്പോൾ വളരെ ഭംഗിയായി ലൈറ്റ് അറേഞ്ച്മെൻറ്റും പല ദൈവങ്ങളുടെ രൂപങ്ങൾ ഇലുമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം KSRTC ഇവിടെ ഒരു താൽക്കാലിക ബസ് സ്റ്റാൻഡ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ആറ്റുകാൽ അമ്മയുടെ പ്രധാന വഴിപാടാണ് നാരങ്ങാ വിളക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു നാരങ്ങാ വിളക്ക് കത്തിച്ചു. ഇനി നമുക്ക് രാത്രി കാഴ്ചകളിലേക്ക് പോകാം. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ 3 സ്റ്റേജുകളാണുള്ളത്. 3 സ്റ്റേജുകളിലും വിവിധ കലാപരിപാടികളാണ് നടക്കുന്നത്. ഈ കലാപരിപാടികൾ കാണാനായിട്ട് ധാരാളം ഭക്തജനങ്ങളും ഉണ്ട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള ഒരു പ്രത്യേക ചടങ്ങാണ് വിളക്കുകെട്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും പല ദേവികളും ദേവന്മാരും ആറ്റുകാൽ അമ്മയെ കാണാനായിട്ട് വരുന്നതാണ് ഈ വിളക്കുകെട്ടെന്ന് പറയുന്നത്. ഒരു ദിവസത്തിൽ തന്നെ പല ദിക്കിൽ നിന്നും പല ക്ഷേത്രത്തിൽ നിന്നും ധാരാളം വിളക്കുകെട്ടുകൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. രാത്രി ഏറെ വൈകുവോളം ഈ ഉത്സവപ്പറമ്പിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലും ധാരാളം വിളക്കുകെട്ടുകൾ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇനി പൊങ്കാല വരെയുള്ള ദിവസങ്ങൾ തിരുവനന്തപുരം നഗരത്തിന് ഉത്സവ നാളുകളാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്താം. അതുവരെ ബൈ ബൈ.